എന്റർടൈൻമെന്റ് ന്യൂസ് കഴിയുന്നു. ഇനി സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ചില വാർത്തകളിലേക്ക് നമുക്ക് പോകാം. കോഴിക്കോട് മാങ്കാവിൽ കെട്ടിടം തകർന്നു വീണു. നിരവധി വാഹനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നു. ആർക്കും പരിക്കില്ല. കോഴിക്കോട്ട് മാങ്കാവിൽ നടന്ന ഈ അപകടത്തിന്റെ വിവരങ്ങൾ റിയാസ് KMR നൽകുന്നു. ഏത് ഭാഗത്താണ് കെട്ടിടം തകർന്നിരിക്കുന്നത്? വലിയ കെട്ടിടമാണോ? എന്താണ് സംഭവിച്ചത്? MS കാലപ്പഴക്കമുള്ള കെട്ടിടമാണ് തകർന്നു വീണത്. കോഴിക്കോട് ഇന്ന് റെഡ് അലർട്ട് അല്പം മുൻപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ശക്തമായ മഴ തുടരുകയാണ്. ഈ കനത്ത മഴയിലാണ് അല്പം മുൻപ് ഈ കെട്ടിടം കോഴിക്കോട് മാങ്കാവിൽ തകർന്നു വീണിരിക്കുന്നത്. ഈ കെട്ടിടം തകർന്നു വീണപ്പോൾ സംഭവിച്ചത് ഈ കെട്ടിടത്തിന്റെ താഴെയായി നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഉൾപ്പെടെ നിർത്തിയിട്ടിരുന്നു. അതെല്ലാം തന്നെ ഇത് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യമാണ്. പല വാഹനങ്ങളും ഭാഗികമായൊക്കെ തകർന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അങ്ങനെ നോക്കിയാൽ വലിയ നഷ്ടമാണ്. പക്ഷേ ഭാഗ്യം എന്ന് പറയാവുന്നത് ആർക്കും ഇതിൽ പരിക്കേറ്റിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളപായമോ അല്ലെങ്കിൽ മറ്റ് പരിക്ക് പോലുള്ള കാര്യമോ ഇല്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. പക്ഷേ ഈ വാഹന ഉടമകളെ സംബന്ധിച്ച് അവർക്ക് വേദന നൽകുന്ന ഒരു കാര്യമാണ്. കെട്ടിട ഉടമയെ സംബന്ധിച്ച് വേദന നൽകുന്ന ഒരു കാര്യമാണ്. ഈ ഇന്നത്തെ മഴയിലാണ് അല്പം മുൻപാണ് ഈ കാലപ്പഴക്കം ഉള്ള ഈ കെട്ടിടം, പഴയ കെട്ടിടം തകർന്നു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് മാങ്കാവിൽ, അതും ഈ ദേശീയപാതയോട് ചേർന്ന ഒരു ഇടത്താണ്, ഈ ദേശീയപാതയോട് ചേർന്നാണ് ഈ കെട്ടിടം സ്ഥിതി ചെയ്യുന്നത്. നേരെ നിലം, അതായത് കെട്ടിടം തകർന്നു വീണ് ചുമരുകളെല്ലാം തന്നെ, മേൽക്കൂരയെല്ലാം തന്നെ തകർന്നു വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു, നിലംപൊത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കെട്ടിടത്തിന് എന്തെങ്കിലും ഒരു പേരുണ്ടായിരുന്നോ? അതായത് ഇപ്പോൾ അത് ആരും ഉപയോഗിക്കാത്ത, ഒരു ഓഫീസായി പോലും ഉപയോഗിക്കാത്ത, പൂർണ്ണമായും ആളൊഴിഞ്ഞ, ഉപയോഗശൂന്യമായി പുറത്തു നിന്ന് പൂട്ടിയിരുന്ന ഒരു കെട്ടിടമായിരുന്നുവോ? MS അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാകുന്നതേ ഉള്ളൂ. സംഭവ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ അത്തരം വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. പക്ഷേ ഇതിലേക്ക് നയിച്ചത്, ഈ ഒരു അപകടത്തിലേക്ക് നയിച്ചത് ഒന്ന് കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണ്. മറ്റൊന്ന്, ഈ കെട്ടിടത്തിന്റെ കാലപ്പഴക്കത്തിന് പുറമെ ശക്തമായൊരു മഴ ഇന്ന് അല്പം മുൻപ് ഒരു 11 മണിയോടുകൂടി ഈ കോഴിക്കോട് നഗരത്തിൽ ആകെ ശക്തമായ മഴയുണ്ട്. മാത്രമല്ല അതിന് പിന്നാലെയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആ ശക്തമായ മഴയിൽ ഈ ദ്രവിച്ച കെട്ടിടം നിലംപൊത്തുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പലരും ഈ പാർക്കിങ്ങിനൊക്കെ അവിടെ അതിന്റെ പരിസരം ഉപയോഗിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം, മാങ്കാവ് എന്ന് പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ച് കൂടുതൽ വികസിതമായി കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ദേശീയപാതയോടത്തോട് ചേർന്ന് നിൽക്കുന്ന ദേശീയപാതയോടമാണ് ഇവിടെയൊക്കെ. അതുകൊണ്ട് തന്നെ ഈ കെട്ടിടം കൂടുതൽ വാഹനങ്ങളുടെ പാർക്കിങ്ങിനും മറ്റുമായൊക്കെ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ പാർക്ക് ചെയ്ത വാഹനങ്ങളാണ് ഈ തകർന്നു വീണ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നത്. ആ വാഹനങ്ങൾക്കാണ് കേടുപാടുകൾ സംഭവിച്ചത്. പക്ഷേ ഒരു ആശ്വാസം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമാണ്. ശരി, കോഴിക്കോട് മാങ്കാവ് പഴയ കെട്ടിടം തകർന്നു വീണിരിക്കുന്നു. ആ തകർന്നു വീണ കെട്ടിടത്തിന്റെ അടിയിൽപ്പെട്ട് നിരവധി ഇരുചക്ര വാഹനങ്ങൾ ഭാഗികമായി തകർന്നിരിക്കുന്നു. ശ്രദ്ധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്ന ദിവസമാണ്. പെരുമഴയാണ് വരാൻ പോകുന്നത് എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്.